ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ഈ ജൂലൈ 25 ഹോം ഓഫീസിൽ ഒരു സംഭവം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ സേഫ്റ്റി ആയിട്ട് നിങ്ങൾ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഓൺലൈൻ സേഫ്റ്റി ആക്ട് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ഹോം ഓഫീസിൽ ഈ ജൂലൈ 25 അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഓൺലൈൻ സേഫ്റ്റി ആക്ട്? അപ്പോൾ മെയിനായിട്ടും ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഫോൺ സൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അതിനകത്ത് കയറുമ്പോൾ ഉള്ള വെരിഫിക്കേഷനാണ്. അതാണ് അതിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിനെ നിങ്ങൾ കയറി കഴിയുമ്പോൾ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സൈറ്റിൻ്റെ സംഭവം നോക്കി, അതിൽ കയറുമ്പോൾ നമുക്ക് വെരിഫിക്കേഷൻ ചോദിക്കണം. അത് ഓരോ സൈറ്റിലും പല രീതിയിലാണ് ചോദിക്കുക. അപ്പോൾ ID വെരിഫിക്കേഷൻ, ചിലപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടി വരും, എന്താണെന്നുള്ളത്, ആ ഡോക്യുമെൻറ്റ്സ്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ. അല്ലാത്ത പക്ഷം ആപ്പ് വഴി ഫേസ് റെക്കഗ്നേഷൻ ഉണ്ടാവും. കാരണം ഇത് കൂടുതലായിട്ടും നോക്കുന്നത് 8-നും അതുപോലെ 16 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരാണോ എന്നുള്ളതാണുള്ളത്. അപ്പോൾ അതിനെ തടയിടാൻ, അങ്ങനെയുള്ള സെക്ഷൽ അബ്യൂസ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തടയിടാൻ വേണ്ടി ആണ് ഈ ഓൺലൈൻ സേഫ്റ്റി ആക്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വെരിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ഇനി മുതൽ ഉണ്ടായിരിക്കും. ഇനി മുതലല്ല, അത് തുടങ്ങി, ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡൗട്ടുള്ളവർക്ക് നിങ്ങൾക്ക് കയറി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാത്തിനകത്തും പല വിധത്തിലുള്ളതാണ് ചോദിക്കുന്നത്. ചിലതിനകത്ത് നിങ്ങളുടെ ഫേസ് ആയിരിക്കും ചോദിക്കുന്നത്, ചിലതിനകത്ത് നിങ്ങളുടെ അഡ്രസ്സിൻ്റെ പ്രൂഫ്, നമ്പർ, കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു സംഭവത്തിലോട്ട് എത്തിയിട്ടുണ്ട്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ കൂടി വരുന്നുമുണ്ട്, സെക്ഷൽ അബ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അപ്പോൾ നിങ്ങളുടെ കുട്ടികളോ ഒക്കെ ആരെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രായത്തിൽ താഴെയുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ, അത് ഫേസ് റെക്കഗ്നേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ്, അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പോലും അതിൽ കയറാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു മെയിൻ സംഭവം. അപ്പോൾ കുട്ടികളിൽ നിന്നും കൂടുതൽ ഒരു സുരക്ഷ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് മാത്രമല്ല, കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഓക്കെ, പിന്നെയുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, നല്ലതും മോശമൊക്കെ ആയിട്ടുള്ള. അപ്പം അവർ മുഖേന ആരെങ്കിലും പണം തട്ടിപ്പോ എന്തെങ്കിലും ഉണ്ടാവുകയോ, കാരണം അവർ പറഞ്ഞ മേലിൽ പണം, നിങ്ങളുടെ പൈസ പോവുകയോ, അല്ല ആരെങ്കിലും പൈസ അടിച്ച് മാറ്റുകയോ ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിൽ ഈ ഓഫ്കോം വെബ്സൈറ്റിൽ കയറിയിട്ട് മേളിൽ ഒരു 3 ഡോട്ട്സ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ കംപ്ലയിൻസ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലയിൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇൻഫ്ലുവൻസ്, പല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ ചിലർ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടല്ലേ, മറ്റേ വലിയ സ്റ്റാർസ്, മറ്റേ ലോട്ടറിയുടെയും അതുപോലെ തന്നെ നീച്ചാപ്പക്ക് അങ്ങനെയുള്ള സംഭവങ്ങളത്തിൻ്റെയൊക്കെ ഇത് ചെയ്യുന്ന കാണാം, അറിയാലോ, പരസ്യങ്ങൾ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പം അതിപ്പം ഇൻസ്റ്റഗ്രാമിലും ആയിട്ടെങ്കിലും ഫേസ്ബുക്കിലും ഇതിലെല്ലാം തന്നെ ഇത് പെടുന്ന കാര്യമാണ്. സോ അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് ഏതെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, യൂട്യൂബ് വഴിയാണെങ്കിലും വേറെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ വഴിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, അതായത് മോശമായിട്ടുള്ള കാര്യങ്ങൾ, നല്ലതല്ല ഈ പറയുന്നത്, മോശമായിട്ട് അത് ഒരു അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്കത് പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോയി, നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടായെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരെ പിടിക്കും ഇനി മുതൽ എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ റിലീജിയസ് സ്പീച്ച്, അതിൻ്റെ ഒരുപാട് കമൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൊടുക്കുകയാണ് പ്രത്യേകം പറയുന്നത്. അതായത് ട്രോളിങ്, കമൻറ്റ്സ്, ഇതിനൊക്കെ ഇവിടെ ലിമിറ്റുണ്ട്. കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരാളെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ, അല്ലെങ്കിൽ മറ്റൊരു പിന്നെ എന്താ പറയുക, മതവിഭാഗത്തെയോ ആ ഒരു മതവിഭാഗത്തിലെ ആളുകളെയോ പറ്റി മോശമായി പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം തന്നെ ഇനി മുതൽ പിടിക്കപ്പെടും എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കാൻ. തോന്നുന്ന പോലെ കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രോളാനോ ഉള്ള കാര്യങ്ങൾ പറ്റില്ല. അത് അവരുടെ ഐഡൻറ്റിറ്റി എല്ലാം നോക്കിയിട്ട് അവർക്കത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് മോശമായി, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായി എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രം അവർ അവരുടെ അറസ്റ്റും കാര്യങ്ങളെല്ലാമായിട്ട് മുൻപോട്ട് വരും എന്നുള്ളതാണ് ഒരു സംഭവം. അപ്പോൾ അതിനകത്ത് ഒത്തിരിയുണ്ട്. ഇപ്പം ഈ വിസ തട്ടിപ്പ് കാര്യങ്ങൾ നമുക്കറിയാം, ഇൻസ്റ്റഗ്രാമിൽ ഒത്തിരിയാണ് ഇതുപോലെ വരുന്നുണ്ട്. അപ്പം അതുവഴി നിങ്ങളുടെ പൈസ എല്ലാം പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ യൂട്യൂബ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉള്ള ആൾക്കാർ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ പോയി ചതിക്കപ്പെട്ടു, നിങ്ങളുടെ പൈസ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ റിപ്പോർട്ട് ചെയ്യാം. അവർ ID കാര്യങ്ങളെല്ലാം കൊടുത്ത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഫുഡിൻ്റെ കേസും പ്രത്യേകമായിട്ട് പറയുന്നത്. അതായത് ഇപ്പം ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ നിർബന്ധിപ്പിക്കുക. ഇപ്പം എവിടെയെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ചെന്നിട്ട് ഇത് അടിപൊളി ഫുഡാണ്, ഇത് കഴിച്ചോ, ഈ പറയുന്ന ആൾക്കാർക്ക് പോലും ഇത് കഴിച്ചിട്ടാണെങ്കിലേ. അപ്പോൾ പേരിന് വേണ്ടിയോ എന്തെങ്കിലും ശ്രദ്ധ കിട്ടാൻ വേണ്ടിയോ ഒക്കെ ആയിട്ട് പിന്നെ ഫുഡുകൾ, വലിയ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് കൂടിയ മേടിച്ച് കൊടുക്കുക, അവരെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും എന്താണ്, ഒരു ക്രൈമായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. അതും കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും, അറസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ ഓഫ്കോം സൈറ്റ് വഴി UK ഗവൺമെൻറ് ഈ ജൂലൈ 25 പ്രസിദ്ധീകരിച്ച കാര്യം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട്, ഇപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞ പ്രോണോഗ്രാഫിയുടെ ഒരു സംഭവമാണ്. കാരണം കുട്ടികളായിട്ടുള്ള ഒരുപാട് പേര് ഇതെടുത്ത് ഇതിലേക്ക്, ഈ സൈറ്റുകൾ ഒരുപാട് സൈറ്റുണ്ട്, ആ സൈറ്റിലേക്ക് ആക്സസ് ചെയ്ത്
ഇത് കാണുന്നു, അതിൽ തന്നെ പിന്നെ അവർ കമൻറ്റ് ചെയ്യുന്നു, പിന്നെ സെക്ഷൽ അബ്യൂസ്, പിന്നെ അവരുടെ ID ഉപയോഗിച്ച് ആ കുട്ടികളെ ട്രാപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നു. സോ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ UK നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മലയാളികളായിട്ടുള്ള ആൾക്കാർ തന്നെ കുറേ പേര് ഈ ഒരു വിധത്തിൽ സെക്ഷൽ അബ്യൂസും കാര്യങ്ങളുടെ കേസിൽ അകത്ത് കിടപ്പുണ്ട്. സോ അങ്ങനെയുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നിയമസംഭവം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉള്ള ആൾക്കാർ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അറിയത്തില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കുക. നിങ്ങൾ എവിടെയെങ്കിലും കയറിയിട്ട് ഇപ്പം UK ഇവിടെ നമുക്ക് ഫ്രീഡം ഉണ്ട്, അങ്ങനെ ചെയ്യുക എങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞ്, ശരിയാണ് ഫ്രീഡം ഉണ്ട് ഇല്ലെന്നല്ല എന്നും പറഞ്ഞ് ഒരാൾ എന്തെങ്കിലും ഒരു മതവിഭാഗത്തെയോ എന്തെങ്കിലും ഒരു വീഡിയോ വർക്കോ ചെയ്തിട്ട് അതിൻ്റെ വേണ്ടി പോയി കമൻറ്റ് ചെയ്ത് അവരെ വെറുപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലോ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, അവർക്ക് ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിപ്പോർട്ട് ചെയ്യാം, നിങ്ങളുടെ ID വെച്ച് നിങ്ങളെ പോലീസ് പിടിക്കും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇത് തമാശയായിട്ട് പറയുന്ന കാര്യമല്ല, അത് ഓൾറെഡി ഹോം ഓഫീസിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യമാണ്, അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണിത്. അതുകൊണ്ട് നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസ് കാര്യങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഇതറിയാവുന്നവർക്ക് ഈ ഓഫ്കോമിൽ പോയി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കംപ്ലയിൻറ്റ് സെക്ഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും പിടിക്കപ്പെടാം എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഇതിനകത്ത് എല്ലാം പെടുന്ന കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ പ്രോണോഗ്രാഫിയുടെ ഇപ്പോൾ കുട്ടികളിലേക്ക് ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു കാര്യമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മുടെ പൈസയുടെ കേസ്, ഞാൻ പറഞ്ഞില്ല ഫുഡിൻ്റെ കേസ്, അതുപോലെ ഏതെങ്കിലും റിലീജിയസിനെ ഇങ്ങനെ ആക്രമിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റൊരു തരം താഴ്ത്തിയുള്ള വേറൊരു മതവിഭാഗം ഇടുന്ന വീഡിയോസ് അല്ലെങ്കിൽ പോസ്റ്റുകൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ എല്ലാം പിടുത്തം വീഴും. സോ ഇതറിയാവുന്നവർക്ക് ആണെന്നുണ്ടെങ്കിൽ അവർ പോയി റിപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ വിസ കച്ചവടം നടത്തുന്ന ആൾക്കാർ ഇനിയിപ്പോൾ ഉടൻ തന്നെ ഇത് ഇൻസ്റ്റഗ്രാമിലോട്ടും എല്ലാം ഇതാകും. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയ എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവം അവർ നോട്ടീസ് ചെയ്യും. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഇതിവിടത്ത് ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും നിങ്ങളിങ്ങനെ വിസ പരിപാടി കാണിച്ച് ഇപ്പം ഇത് കണ്ടുവരുന്ന ആൾക്കാരുടെ പൈസ പോയിട്ടുണ്ടെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിടിക്കപ്പെടും എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ, ഒരു സംഭവം നമ്മുടെ ഇവിടെ ഓൺലൈൻ സേഫ്റ്റി ആക്ട് ഇവിടെ ആഡായിട്ടുണ്ട് ഹോം ഓഫീസിൽ ഈ ജൂലൈ 25-ാം തീയതി. അപ്പോൾ കൂടുതൽ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, പ്രത്യേകമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അതല്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ തട്ടിപ്പുകൾ നടത്തുന്നവർ, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ട്രോളുന്നവർ, ആവശ്യമില്ലാതെ മറ്റേ ആൾക്കാരെ വെറുപ്പിച്ച് കമൻ്റ് ഇടുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ളവർക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സൈറ്റാണ് ഓഫ്കോം. അതുവഴി നിങ്ങൾക്ക് അറസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി മുതൽ നോക്കിയും കണ്ടുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക. എപ്പോഴാണ് പോലീസ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് നോക്കുക, കാരണം ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, പ്രത്യേകമായിട്ടും കുട്ടികളുടെ സുരക്ഷയാണ് മെയിനായിട്ട് ഉൾക്കൊള്ളുന്നത്. ബാക്കിയുള്ള പിന്നെ അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളുണ്ടെന്നേ ഉള്ളൂ. അതും മെയിനായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു ഫോക്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സെക്ഷൽ അബ്യൂസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് നിങ്ങളിത് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ. പിന്നെ അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ബൈ.